मिल गया फिर तो मिल गया पोटी मिल गया तड़िया कैच इट എന്താ ഇത് ചോക്ലേറ്റും 3 കല്ലും ഹേയ് ഹു ആർ യു ഞാൻ നിന്റെ ഫ്രണ്ടാടാ ഞാൻ അറിയാത്തൊരു ഫ്രണ്ട് എനിക്കോ നിന്റെ പേരെന്താ ആര്യ ഓ സ്വീറ്റസ്റ്റ് ഫ്രണ്ട് ഇനി എപ്പോഴാ കാണുന്നേ ടുഡേ ഈവനിംഗ് അറ്റ് സീഷോർ ഓ മിൽ ഗയാ യുനോ ഗീത ഈ പ്രാവശ്യം ട്രാക്ക് ഇവന്റിൽ ഡെഫിനറ്റ്ലി ഞാനായിരിക്കും ഹായ് ഇന്നലെ ഡൽഹിക്ക് പോകുന്നത് സോറിടാ പ്രാക്ടിക്കൽ സമയമായി നോ പ്രോബ്ലം അല്ലെങ്കിൽ ഞാനിവിടെ എയർപോർട്ടിൽ വന്നേ ഓക്കെ ഹലോ എന്താടാ ഞാൻ 10 മിനിറ്റ്സിനുള്ളിൽ എയർപോർട്ടിലെത്തും നീ ലഗേജ് എടുത്തിട്ട് നേരെ വന്നാൽ മതി അതിനിടെ പാർട്ടി യൂസ്ലെസ് ഫെലോസ് എന്താ ഐ ലവ് യു ഹലോ ഐ ലവ് യു ബൈ നിനക്കവനെ അറിയോ ആരവൻ എന്റെ മുന്നിൽ വെച്ച് നിൽക്കണവിടെ നിൽക്കാനല്ലേ പറഞ്ഞു അവനൊന്നും ശരിക്കറിയില്ല നിന്നോട് ഇങ്ങനെ പറയാൻ അവനെങ്ങനെ ഇങ്ങോട്ട് പറ എന്താ അവനെ ഞാൻ എന്തു പോയി തട്ടി എന്റെ മുമ്പ് വെച്ച് ഗീതയെ കമന്റ് അടിച്ചിട്ട് പോയടാ എനിക്കവനെ വേണം അണ്ണ ലേറ്റ് ആവണ്ട ഫ്ലൈറ്റിന് സമയമായി എനിക്ക് ഇപ്പൊ കിട്ടണം അവനെ അണ്ണ ധൈര്യമായിട്ട് പോണ ഞങ്ങൾ ഏറ്റെന്ന് പോണ എടാ അവനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പുതിയ അഡ്മിഷൻ ആയിരിക്കും എങ്ങനെ ധൈര്യം വന്നവന് എന്റെ മുന്നിൽ വെച്ച് എടി അജയുടെ അടുത്ത് വെച്ച് അവൻ അങ്ങനെ പറഞ്ഞേ അതെന്നെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയോ നിങ്ങളുടെ അഫയറിനെ കുറിച്ച് അവൻ അറിയില്ലായിരിക്കും അല്ലല്ല അറിഞ്ഞോണ്ട് തന്നെ വന്നതാ എടി ഗീതേ നീ അവനെ എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തടി ബോയ് ഫ്രണ്ട് ഇല്ലാതെ ആകെ ബോർ അടിച്ചിരിക്കുക ആളെങ്ങനെ ഹാൻഡ്സോ മാങ്ങേണ്ടി പോലൊരു മുഖം ഇനി എന്റെ മുന്നിൽ അങ്ങനെ വന്നാലുണ്ടല്ലോ ഹലോ നമസ്കാരമുണ്ട് ഐ ലവ് യു എന്താ ഇയാൾ കളിക്കാ നോ ഐ ആം വെരി സീരിയസ് ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അജയ് ആരെന്നറിയോ അറിയാം നീ അവനെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പൊ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യാൻ തന്നെ ഇറങ്ങിയിരിക്കല്ലേ അയ്യോ അങ്ങനെ യാതൊരു ഉദ്ദേശം എനിക്കില്ലാന്നേ നീ അജയനെ സ്നേഹിക്കുന്നു എന്ന് കരുതി ഞാൻ നിന്നെ സ്നേഹിച്ചോടുന്നില്ലല്ലോ ഉണ്ടോ തനിക്ക് പ്രേമിക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ അതെന്താ അങ്ങനെ ചോദിച്ചേ പ്രേം ഒരു ദിവ്യമായ വികാരമാണ് അല്ലാതെ ഏതോർത്തും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്നു പറഞ്ഞപ്പോ അവനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കഷ്ടമായി പോയി ഇതാണോ യഥാർത്ഥ പ്രേമം അതൊക്കെ എന്റെ ഇഷ്ടോ ഹേയ് നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഫീൽ മൈ ലവ് എന്റെ സ്നേഹം നീ ഒന്ന് അറിഞ്ഞാ മതി നോക്കൂ നിന്നെ പോലെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നവർ എനിക്ക് തീരെ ഇഷ്ടമല്ല ഐ ഹേറ്റ് സച്ച് പേഴ്സണാലിറ്റീസ് ഐ ഹേറ്റ് യു ഇവൻ എവിടെ പോയിരിക്കേ അതേടാ ഗീതയോട് ഐ ഹേറ്റ് എന്ന് പറഞ്ഞു സത്യമായിട്ടും ഐ ഹേറ്റ് എന്ന് പറഞ്ഞാണോടാ നീ ചോക്ലേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് മണ്ടൂസ് എന്റെ അമ്മേ ഇവനൊന്ന് പറഞ്ഞു കൊടുക്കടാ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലേ നിനക്ക് അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്നാ ഒരു ഫീലിംഗ്സ് ഇല്ലാത്തതിനേക്കാൾ നല്ലതല്ലടാ എന്നോട് അല്പം വെറുപ്പെങ്കിലും ഉണ്ടായിരിക്കുന്നത് അതെ പ്രേമമാണെങ്കിലും വെറുപ്പാണെങ്കിലും മനസ്സിൽ തന്നെയല്ലേ ഉണ്ടാവുന്നത് അപ്പോ അവളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്നല്ലേ അർത്ഥം ഇവന് വട്ടായി പോയെന്നാ തോന്നുന്നത് The laws of thermodynamics. The first law is energy can be changed from one form to another, but it cannot be either created nor destroyed. The second law states that in all energy exchanges, if no energy enters or leaves the system, the potential energy, Geeta, Sir? out. എന്താ എന്താ തന്റെ ഉദ്ദേശം അതെ എന്റെ സ്നേഹം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അതൊന്നും അറിയാനാ എന്താ ലവ് ഫീൽ ചെയ്യുന്നില്ലേ ഇല്ല ചെറുതായിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ലേ No. സത്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ അതെന്താ നിന്റെ ലവറിനോട് അല്പം പോലും റെസ്പോൺസിബിലിറ്റി ഇല്ലേ ഈ വൺ സൈഡ് ലവ് വളരെ ചീപ്പാണെന്ന് അറിയില്ലേ നോക്കിയേ നീ വലിയ സുന്ദരനാ ഡിസ്റ്റർബൻസ് ആണെന്ന് നിന്നെ പറ്റി ആലോചിക്കുമ്പോ തന്നെ ആലോചിക്കാറുണ്ടെന്നോ എനിക്ക് തല പെരുക്കുന്നു നിനക്ക് എന്താ വട്ടുണ്ടോ ഇപ്പൊ കണ്ടില്ലേ ഇല്ലാത്ത പാറ്റ ഉണ്ടെന്ന് വിചാരിച്ചു പിന്നെ എന്തിനാ മോളെ നീ ഉള്ള സ്നേഹമില്ലെന്ന് എന്നോട് കള്ളം പറയുന്നത് നോക്കൂ
എനിക്ക് നിന്നോടുള്ളത് ഒരൊറ്റ ഫീലിംഗാ. ഐ ഹേറ്റ് യു. നിന്നെ കാണുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല. അത് ശരി, അപ്പൊ എന്നെ വെറുക്കുന്നതാണോ നിനക്കിഷ്ടം? അത് തന്നെ ഇഷ്ടം. അത് കള്ളമാണെന്ന് നിന്റെ ഈ ഫേസ് കണ്ടതിന് അറിയാമല്ലോ മോളെ. എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞൂടെ നിനക്ക്? ഹി ഹി, ഐ ഹേറ്റ് യു. ബട്ട് ഐ ലവ് യു. യെസ്, ബൈ. ബൈ. നമസ്കാരമുണ്ട്. ഇപ്പൊ നിന്റെ മുഖം കണ്ട ഒരു വാടിയ റോസാപ്പൂ പോലെ ഉണ്ടല്ലോ. സാരമില്ല, നമുക്കൊരു കാപ്പി കുടിച്ചോളയാ. വരുന്നില്ലേ? കാപ്പി കുടിക്കാൻ വന്ന് എന്നെ പ്രേമിച്ചു പോകുന്ന പേടിയുണ്ടോ? ഏയ് ഗീത, ഡിസ്റ്റർബ് ചെയ്യല്ലേ, എന്നെ പ്രേമിക്കണമെന്ന് ആലോചിക്കുക. ആ നീ കണ്ടിന്യൂ ചെയ്തോ. ദേ ഗീത ചിരിച്ചു. ഇല്ലില്ല, ഞാൻ ചിരിച്ചൊന്നുമില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. ഓക്കെ, ഞാൻ ചിരിച്ചു. എന്താ അതിനർത്ഥം നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നല്ലേ? ഏയ്, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? തനിക്കെന്താ വട്ടാണോ? എന്റെ കഷ്ടകാലത്തിനാ തന്റെ കൂടെ കാപ്പി കുടിക്കാൻ വന്നേ. എന്തിനാ കൺഫ്യൂഷൻ ആക്കുന്നത്? നിനക്ക് എന്നോട് സ്നേഹമില്ല, വെറുപ്പാ. ഓക്കെ, അതെങ്കിലും സിൻസിയർ ആയിട്ട് ചെയ്യണ്ടേ? പിന്നെ ഇടയ്ക്ക് ചിരിക്കുന്ന എന്തിനാ? ശരി, ഇയാൾക്ക് ഒരു 50 രൂപ കൊടുത്തുവിട്. അയ്യോ, അപ്പൊ കാശില്ലാതെയാണോ കാപ്പി കുടിക്കാൻ വിളിച്ചോണ്ട് വന്നേ? എന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ കോളേജിൽ വേറെ ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ. തനിക്കെന്താ അവരാരെങ്കിലും പ്രേമിച്ചാല് വെറുതെ എന്റെ പുറകെ നടക്കുന്ന എന്തിനാ? ആഹാ, ഞാൻ നിന്നെ മാത്രം പ്രേമിക്കുന്നു, മറ്റാരെയും പ്രേമിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ തന്നെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നില്ല. എന്താ നിങ്ങൾക്കുള്ള കുറവുണ്ടോ? are you mad? What is this nonsense? ഹലോ, ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ? സോറി. വട്ടായി ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ ആയിരിക്കുന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, നിങ്ങളെ ആരെയും സ്നേഹിക്കുന്നില്ല. എന്റെ കാര്യം എന്താ? സോറി മോളെ, ഞാൻ എല്ലാവരോടും ചോദിച്ചു, ബട്ട് നോ റെസ്പോൺസ്. ഇനി നിന്റെ മനസ്സിനോട് ചോദിച്ചു നോക്ക്. നിനക്ക് ഉത്തരം കിട്ടിയ ഇന്ന് രാത്രി ഞാൻ നിന്റെ സ്വപ്നത്തിൽ വരും. ഗീത, ഗീത, ഹായ്. ആരാടി? ബോയ്ഫ്രണ്ടാ? അമ്മ. ആ പറ അമ്മ. ഒന്നുമില്ല, ചെറിയൊരു പനി. ആ കണ്ടു, ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. കഴിക്കുന്നുണ്ടമ്മേ. പറ്റില്ല, എനിക്ക് എക്സാം ഉണ്ട്. പേടിക്കണ്ട ആന്റി, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ആ ഓക്കെ, ബൈ ബൈ. വാ, വല്ലതും കഴിക്കാം. ഈ സമയത്ത് തീറ്റയാണോടാ? ഇച്ചിരി താടാ. ഹലോ, ആ ഇതാ വരുന്നു. ഗീതയ്ക്ക് സുഖമില്ലെന്ന് ഒരു ഫ്രണ്ടാ വിളിച്ചത്. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാ. എവിടേക്കാ ബോസ്? ഹോസ്റ്റലിലേക്കാ? ഞാനും വരുന്നുണ്ട്. 2 ദിവസമായി ഗീതയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞില്ലേ? വണ്ടി വിട്, പോവാം. എടുത്തോ. എന്താ ബോസ് പറഞ്ഞ വിശ്വാസമായില്ലേ? അണ്ണ ധൈര്യമായിട്ട് പൊയ്ക്കോ, നമ്മൾ തന്നെ ജയിക്കും. ബൈ. താങ്ക്സ് ബോസ്. ഗീതയെ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ ഭാഗ്യത്തിന് ബോസ് ലിഫ്റ്റ് തന്നത്. എന്തിനാ ബോസ് ഇവിടെ നിർത്തിയത്? ഓ, ഫ്രൂട്ട്സ് വാങ്ങിക്കാനാ? ബോസ്, നമുക്ക് ഇത്ര ഫോർമാലിറ്റീസ് വേണോ? ഓ, ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഗീതയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലോ? ഓക്കെ. ഇനി അങ്ങനെ ഒരു പ്രോബ്ലം വേണ്ട. ഫ്രൂട്ട്സ് ഏട്ടാ 2 കിലോ ആപ്പിൾ പാക്ക് ചെയ്തോ. അതിന്റെ ആവശ്യമില്ല. ക്യാൻസൽ. ഏയ് ഗീത, നിന്റെ ലവേഴ്സ് വന്നടേ. Come on. No. അയ്യോ. ഇനി ഒന്നുകൂടി. Come on. ഇനി ആരാ? വാ. ഹായ് അജയ്. ഹായ് ഗീത, ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ? മെഡിസിൻ സമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? 2-3 ദിവസം റെസ്റ്റ് ചെയ്യണം. ക്ലാസ് മിസ്സാവുന്നതിൽ വിഷമിക്കേ വേണ്ട. നോട്ട്സ് എല്ലാം ഞാൻ എഴുതരാം. എന്തിനാ നിൽക്കുന്നേ? വാ, ഇങ്ങോട്ടിരിക്കേ.
കുറച്ച് ഓവറായി പോയില്ലേ? കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഭാവം കണ്ട വലിയ ലവേഴ്സ് എന്നാ. കയ്യും വീശി വന്നിരിക്കുന്നു. കാശൊന്നും ഇല്ലായിരുന്നോ കയ്യില്? കുറച്ച് ഫ്രൂട്ട്സ് എങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നുണ്ട് ശാന്തി. കണ്ടടാങ്. Tablets, morning, evening. Tonic, daily 2 times. Competition, boss, competition. ഡോ, നീ എന്നെ ചീറ്റ് ചെയ്തു അല്ലേ? ഞാൻ ചീറ്റ് ചെയ്തില്ല ബോസ്. നീ ഒന്നും വാങ്ങാതെ വന്ന് എന്റെ കുഴപ്പം കൊണ്ടാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആപ്പിൾ വാങ്ങാൻ. എന്റെ ബോസ്, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? കമോൺ ഗേൾസ്, എല്ലാവരും വരൂ. അവർ സ്വസ്ഥമായി സംസാരിക്കട്ടെ. അജയ് ഗീതയോട് സംസാരിച്ചോളൂ. ഞങ്ങൾ അപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, കമോൺ ഗേൾസ്, വരൂ വരൂ വരൂ. നോക്കിക്കല്ലേ, വാ. ഏയ്, നീ എങ്ങോട്ടാ? ഈ ഫ്രൂട്ട്സ് കണ്ടില്ലേ? എടുത്തോണ്ട് ഗീതയുടെ മുറിയിൽ വെക്കേ. അവൻ എന്താ വിചാരിച്ചേ? എന്നെ തോൽപ്പിച്ചു കളയാന്നോ? ഒക്കെ നീ കാരണം. ആദ്യമേ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത്രയ്ക്ക് വരുമായിരുന്നോ? ഇപ്പൊ തന്നെ അവൻ ചാടി വണ്ടി കയറി. എതിർത്താ പറയും വിശ്വാസം ഇല്ലായ്മന്ന്. ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്ര പ്രാവശ്യം പറഞ്ഞു അവൻ അകറ്റി നിർത്തണമെന്ന്? നിനക്ക് എന്തിനാ അവന്റെ ഫ്രണ്ട്ഷിപ്പ്? ഓൾറെഡി ഐ ടോൾഡ് യു. ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാ. അവനെ കൊണ്ട് എനിക്ക് തീരെ സ്വസ്ഥത ഇല്ലാതിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വൈകിട്ടല്ല. ഞാൻ വീണ്ടും പറയുക, ഇതൊന്നും മേലിൽ ആവർത്തിക്കരുത്. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കല്ലേ.